لله حمدا كثيرا طيبا مباركا فيه. أشهد أن حبيبنا محمد صلى الله عليه وسلم رسول الله سيد الأولين والآخرين وخاتم الأنبياء والمرسلين وحبيب رب العالمين وصلى الله وسلم تسليما كثيرا. اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ വിധിവിലക്കളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 153-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ശക്തമായ ഉപദേശം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചുറ്റുമിരിക്കുന്ന സ്വഹാബത്തിന് ഒരു പ്രാക്ടിക്കൽ രൂപത്തിൽ ഒരു തിയറിയായി തന്നെ വരച്ചു കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ച ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ പള്ളിയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു വിറകിന്റെ കൊള്ളിയെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേരായ വരങ്ങിട്ട് വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹദീ സബീലുള്ളാഹി മുസ്തഖീമാ. സ്വഹാബികളെ, ഇതാകുന്നു അല്ലാഹുവിലേക്ക് എത്തുന്ന നേരായ മാർഗ്ഗം. ഖത്തം ബി യമീനി വഅലാ ശിമാലി, ഇടതു ഭാഗത്തും വലതു ഭാഗത്തും കുറെ വരഞ്ഞ വളകൾ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബല, ഇതൊക്കെ പിഴച്ച മാർഗങ്ങളാണ്. ഇതിന്റെയൊക്കെ അറ്റത്ത് ഒരു പിശാചിരിക്കുന്നുണ്ട്, ശൈത്താനുണ്ട്, നിങ്ങൾ ആ വഴിയിലേക്ക് ക്ഷണിക്കാൻ. അതുകൊണ്ട് ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊടുത്തു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസാകും ബി ലഅല്ലകും തത്തഖൂൻ. പറയൂ പ്രവാചകരെ, റസൂലെ, ഇതാകുന്നു നേരായ മാർഗം. ഫത്തബിഊഹു, ഈ മാർഗത്തെ നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉസ് സുബല, ഈ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയ മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. അങ്ങനെ നിങ്ങൾ പിൻപറ്റിയാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, നിങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോകും, അല്ലെങ്കിൽ നിങ്ങൾ വീടിച്ചു പോകും, വ്യക്തമായ ഗ്രൂപ്പുകളായി കക്ഷികളായി മാറിപ്പോകും. അങ്ങനെ ആകാതിരിക്കാൻ അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ദീനിൽ പുതുതായി കടന്നു വരുന്ന കാര്യങ്ങൾ അത് എത്ര ആളുകൾ ചെയ്യുന്നു, എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്, അതിന് പിന്നിൽ ഏതൊക്കെ തരത്തിലുള്ള മഞ്ചായ വാക്കുകളും കൗലുകളും ഇബാറത്തുകളും ഹദീസുകളും വ്യാജമായി നിർമ്മിച്ചാലും നമുക്കത് പറ്റില്ല. കാരണം ഒരാൾ ബിദ്അത്ത് ചെയ്തുകൊണ്ട് അയാൾ ദിനേന വാനലോകത്തേക്ക് റബ്ബിലേക്ക് കൈകൾ ഉയർത്തി ഇസ്തിഗ്ഫാർ തൗബയും ചെയ്താലും അയാളുടെ തൗബ അല്ലാഹു വാനലോകത്ത് തടഞ്ഞു വെക്കും. എന്നാണോ അയാൾ ഈ ബിദ്അത്ത് ഒഴിവാക്കുന്നത്, അന്ന് അയാളുടെ ദുആകളും ഈ തൗബകളും അല്ലാഹുവിലേക്ക് കടന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അനവധി ആളുകൾ ദീനിലില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ക്ഷീണിച്ച മുഖങ്ങളുമായി പരലോകത്ത് വരുമെന്ന് വിശുദ്ധ ഖുർആൻ 88-ാം അധ്യായം സൂറത്തുൽ ഗാശിയ 1 മുതൽ 4 വരെ ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലേ, ഹൽ അതാക ഹദീസുൽ ഗാശിയ وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية. അല്ലാഹു തആല പറയാണ്, ആ മൂടുന്ന സംഭവത്തെ പറ്റി നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ മുഹമ്മദ് നബിയെ. അന്നേ ദിവസം ഒരുപാട് മുഖങ്ങൾ താഴ്മ കാണിച്ചുകൊണ്ട് പരലോകത്ത് വരുന്നതാണ്. അവർ എങ്ങനെയുള്ള താഴ്മയാണ് കാണിക്കാൻ കാരണം, ആമിലത്തുൻ നാസിബ, അവർ അങ്ങേറ്റം പണിയെടുത്തവരാണ്, വെറുതെ ഇരുന്നവരല്ല, നല്ലോണം ദീനിന്റെ പേരിൽ പണിയെടുത്തവരാണ്. പക്ഷേ തസ്ലാനാറൻ ഹാമിയാ, ചൂടേറിയ നരകത്തിലേക്കാണ് അവരെ വലിച്ചഴിക്കപ്പെടുക. പണിയെടുത്തിട്ടും നരകത്തിൽ പോകുന്ന ആളുകൾ. നമ്മൾ ഓതിയ വെള്ളിയാഴ്ചയിലെ സൂറത്തുൽ കഹ്ഫിന്റെ 104-ാമത്തെ ആയത്ത് എന്താ? പല ആളുകൾ ഓതിപ്പോകാൻ അർത്ഥം നോക്കുന്നില്ല. എന്താണ്? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാലാ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. മുഹമ്മദ് നബിയെ, താങ്കൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെയോ? ആരെയാ പരിചയപ്പെടുത്തി തരുന്നത്? ഒരുപാട് ദീനിൽ അമലുകൾ ചെയ്ത് നഷ്ടം പറ്റിയ ആളുകൾ, പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവർ.
കള്ളും കഞ്ചാവ് ഒഴിച്ച സിനിമക്ക് പോയി നിസ്കരിക്കാൻ നടന്നിട്ട് പോയോലല്ല. എന്നാ പിന്നെ ദുനിയാവിലേക്ക് അതെങ്കിലും കിട്ടി നിൽക്കാം. ഇത് അതൊക്കെ ഒഴിവാക്കി നല്ല തൊപ്പിട്ട് നല്ല മൊക്കനട്ട് തസ്ലീമാല കയ്യിലും വെച്ച് കിടികിടി മെഷീനും വെച്ച് എല്ലാ തരത്തിലുള്ള ഓൺലൈനിലെ സ്വലാത്ത് നഗറിലും മജ്ലിസിലും സകലമാന തരത്തിലും പങ്കെടുത്ത ആൾക്കാർ അധികൃത ആകളെ തൊള്ളിൽ നിന്ന് ഒഴിവാക്കാത്ത മനുഷ്യന്മാരെ. പക്ഷെ ഒക്കെ പിൽക്കാലത്തുണ്ടാക്കിയ 36 വകകളും 66 വകകളും ബിദ്അത്തായ ദുആകളും ഒരുപാട് അനാചാരങ്ങളുമായിരുന്നു. അതറിയില്ല. ഖുർആൻ പറയാ അമലുകൾ ചെയ്തുകൊണ്ട് നാളെ മഹ്ശറിൽ പാപ്പറായവരാരാണ്? അല്ലദീന, അവർ കൂട്ടരാണ് ദുനിയാവിൽ അവരെ അമലുകൾ പരിശ്രമങ്ങൾ പാളിപ്പോയി. കാരണം എന്താ? സുന്നത്തിൽ സ്ഥിരപ്പെട്ടത് ചെയ്തില്ല, പിൽക്കാലത്ത് ഉണ്ടാക്കിയത് ചെയ്തു. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ഇതൊക്കെ അവർ ചെയ്യുമ്പോൾ പോലെ നിയ്യത്ത് എന്താ? നല്ലതാണ്. അതുകൊണ്ടാണ് എന്ത് ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കള്ളുകുടിയേക്കാൾ വ്യഭിചാരത്തെക്കാളും ബിദ്അത്തിനോടാണ്, ശിർക്കുകളോടാണ്. എന്താ കാരണം? ഒരാൾ കള്ളു കുടിക്കുമ്പോ അയാള് അറിയാം തെറ്റാണ്. എന്താ പുകവലിക്കുന്നത്? ഇൻഷാ അല്ലാഹ് നിർത്തണം. ഇപ്പോ എന്താ ചെയ്യാ? റമദാൻ വരെ കുറ്റബോധമാണ്. പരിശ്രമിക്കണം, താല്പര്യമുണ്ട്. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്ന, ഖുറാഫാത്ത് ചെയ്യുന്ന, ദീനില്ലാത്തൊരു കാര്യം ചെയ്യുന്ന ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കേണ്ടി എന്താ അത് ചെയ്യണെന്ന് വെച്ചാൽ നല്ല കാര്യമല്ലേ, അത് കൂലി കിട്ടുന്ന കാര്യമല്ലേന്നാ. അപ്പൊ പരിശ്രമിക്കണം. എന്തിനാ? അള്ളാഹിന്റെ അടുത്തൊക്കെ സ്വീകരിക്കുന്ന അള്ളാഹു പറയാണ് ഇത് സ്വീകരിക്കപ്പെടുകയില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീനുൽ ഇസ്ലാമിൽ ഉണ്ടായ പുതിയ നൂതന വിശ്വാസങ്ങളും നൂതന ആചാരങ്ങളും അബദ്ധമായ ഒരുപാട് ചിന്താഗതികളും ഇൻഷാ അല്ലാഹ് ഖുർആനും ഹദീസും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിക്കണം, സമൂഹത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായ യഥാർത്ഥ അർജുമായ മാർഗം മനസ്സിലാക്കി മരണം വരെ ആ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ തരത്തിലുള്ള പഴച്ച അപകടകരമായ തെറ്റായ കാര്യങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാന്താവിലേക്ക് പണ്ഡിതന്മാരും അവരെ പിൻപറ്റുന്ന പിന്നെ സാധാരണക്കാരായ ആളുകളും മടങ്ങി വരാൻ അല്ലാഹു തആല നമ്മുടെ ഖുതുബകളും സംസാരങ്ങളും ഉപദേശങ്ങളും അവരുടെ മനസ്സുകളിൽ അല്ലാഹു സ്വീകാര്യത ഉണ്ടാക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا واعتدالنا يا أرحم الراحمين. سبحان ربك رب العزة عما يصفون والسلام على المرسلين الحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه وصلى الله وسلم تسليما كثيرا. أقم الصلاة.